രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ലൈംഗിക ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആ കേരളത്തിന്റെ പാരമ്പര്യത്തിനാകെ അപമാനമായിട്ട് ഇന്നത്തെ വൈകുന്നേരം മാറുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയിട്ടുള്ള അവരുടെ ഓമനപുത്രൻ അതൊരു നീലക്കുറുക്കനാണെന്ന് നാട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ നാടിന്റെ മുന്നിൽ വലതുപക്ഷ യുവജന നേതൃത്വത്തിന്റെ നിറമെന്താണ് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. പറഞ്ഞു ചില നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ, നിങ്ങൾ കണ്ടുപിടിക്കണം DYFIക്കാരോട്. ആരെ കണ്ടുപിടിക്കണം? യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല, അതിൽ പ്രധാനപ്പെട്ട ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫിയൊക്കെ കണ്ടുപിടിക്കണം. ഷോഫിസമായിരുന്നു അത്. നമ്മളിപ്പോ തിരിച്ചറിയുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇതാ ഈ നാട്ടിനകത്തെ DYFIക്കാരോട് മാത്രമല്ല പറഞ്ഞത്, ഇവരെ കണ്ട് പഠിക്കണം. ആര് പഠിക്കണം? കോൺഗ്രസ്സുകാർ പഠിക്കണം. പഠിക്കാൻ പറഞ്ഞത് എന്താ? ഈ പ്രദേശത്തൊക്കെ കോൺഗ്രസ് ഉണ്ടല്ലോ, സിംഹവാലം കുരങ്ങൊക്കെ ആയി പോകുന്നുണ്ട്, എന്നാലും കോൺഗ്രസ് ഉണ്ടല്ലോ. ആ കോൺഗ്രസ്സുകാരോട് ഇതാ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകൾ പറഞ്ഞു, ഇതാ ഇങ്ങനെയൊന്നും പറ്റില്ല. DYFI ബ്ലോക്ക് പ്രസിഡന്റ് PP അനീഷ അധ്യക്ഷത വഹിച്ചു. VK നിഷാദ്, CV രഹ്നേജ്, നന്ദകുമാർ, TCV, K മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.